ഹായ്, എല്ലാവർക്കും നെറ്റ്മെക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെ DME എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. എങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു ബുക്ക് കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓസോൺസ് നഴ്സസ് മെൻറ്റർ എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഈ ബുക്ക് വാങ്ങിക്കണോ? എൻ്റെ കയ്യിൽ ഒരുപാട് നഴ്സിംഗ് റാങ്ക് ഫയലുകളൊക്കെ ഉണ്ട്. ഇത് വാങ്ങിച്ചുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൂടെ ഞാൻ തരാം. പിന്നെ ഇതൊരിക്കലും ഈ ബുക്കിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒന്നുമല്ല, ബുക്ക് വാങ്ങിക്കുന്നതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള ഗവൺമെൻറ് സെക്ടറിൽ നേഴ്സ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മെയിനായിട്ട് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അതിലൊന്നാണ് DME, രണ്ടാമത്താണ് DHS. DHS എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആണ്, DME എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് ആയിട്ട് നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 എക്സാമും നടന്നത് ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ്. പിന്നെ സാധാരണ ഇച്ചിരിയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവുമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്രാവശ്യം പിന്നെ എല്ലാം ഇപ്പം DHSൻ്റെ പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നു. DME എക്സാം ഡിസംബർ 18 നടക്കുന്നു. അപ്പം ഭയങ്കര ക്ലോസ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയൊരു PSC വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ DME എക്സാം ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു എക്സാം ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, കേരള PSCയുടെ ട്രഡീഷണൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് 2017 വിളിച്ച ഈ ഒരു DME എക്സാം ആയിരുന്നു. ഈ ഒരു പിങ്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആരും അങ്ങനെ മറന്നിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. പിന്നെ കാരണം എന്ന് വെച്ചാൽ ഇത് പക്ഷെ അത്ര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമല്ല. എല്ലാ സബ്ജക്റ്റും ഫോക്കസ് ചെയ്തിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലായിരുന്നു ഇത്. അത് കഴിഞ്ഞ് നടത്തിയിട്ടുള്ള DHS എക്സാമും പിന്നെ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള DHS എക്സാമും അത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു NCA റിക്രൂട്ട്മെന്റ് കൂടെ നടന്നിട്ടുണ്ടായിരുന്നു DHSൽ. പിന്നെ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നഴ്സുമാരുടെ നോളജ് ലെവൽ അസസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. കേരള PSCയുടെ എക്സാം പാറ്റേണിൽ വന്നൊരു മാറ്റം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റിൽ നടന്ന NCA റിക്രൂട്ട്മെൻറ്റിൻ്റെയാണ്. SC/STക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു NCA റിക്രൂട്ട്മെൻറ്റിൻ്റെയാണ്. അപ്പം ഇതേ ഒരു പാറ്റേൺ തന്നെയായിരിക്കും DMEക്ക് നടക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് ഏകദേശം 95% ഉറപ്പാണ്. പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ആൾക്കാരൊക്കെ തന്നെയായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ വിടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ A, angiotensin 2 prevents the sodium reabsorption. Angiotensin 1 is physiologically inactive. Angiotensin 2 is a precursor of angiotensin 1. Angiotensinogen is produced by the kidneys. ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the axillary tail of mammary gland is known as vestigial tail, mammary tail, tail of pectoralis, tail of Spence. ഇതൊക്കെയായിരുന്നു ഓപ്ഷൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the following are the major blood vessels which supply liver except porta hepatis artery, interlobular artery, hepatic artery, portal vein. Okay. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് the anterior end of the corpus callosum is known as the trunk, the genu, the rostrum, the splenum. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് which is the largest branch of brachial plexus? medial nerve, ulnar nerve, radial nerve, axillary nerve. ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പം എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത്. ഇതിലെ 4 ക്വസ്റ്റ്യൻസ് അനാറ്റമിയിൽ നിന്നും 1 ഫിസിയോളജി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് തോന്നുന്നത് ഏകദേശം 99% ആൾക്കാർക്കും ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറിയാനുള്ള വഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഡീപ്പ് അനാറ്റമിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറി കണ്ടന്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മാത്രമല്ല എല്ലാ സബ്ജക്റ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ സബ്ജക്റ്റും നമ്മുടെ റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ ഇത്തരത്തിലുള്ള എല്ലാ സബ്ജക്റ്റും പഠിച്ചിട്ട് പോയിട്ട് മാത്രമേ കാര്യമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ റിസർച്ച് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, എഡ്യൂക്കേഷൻ 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, എല്ലാം മിനിമം 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സൈക്കോളജിക്ക് ഞാൻ നോക്കുമ്പോൾ 9 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എക്സെപ്റ്റ് സൈക്കാട്രി അല്ലാതെ സൈക്കോളജി മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു 8-9 മാർക്കിന്. അപ്പം എല്ലാ ടോപ്പിക്സും നമ്മൾ പിന്നെ കവർ ചെയ്ത് പോയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. പിന്നെ
ഇത് പക്ക എല്ലാ ക്വസ്റ്റ്യൻസും ന്യൂ പാറ്റേൺ അല്ല. ചില ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വൺ വേർഡ് പോലത്തെ നമ്മുടെ പഴയ പാറ്റേൺ കോപ്ലിക് സ്പോട്ടിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 70% പിന്നെ നല്ല ഡീപ്പ് സംഭവങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മലയാളി നഴ്സുമാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു പിന്നെ തലയും വാലും ഇല്ലാതെ പഠിച്ചിട്ടാണ് നമുക്ക് വേഗം മറന്നു പോകുന്നത്. കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മൈൻഡിൽ നിൽക്കൂല. പലരും പറയുന്ന കംപ്ലൈൻറ്റുമാണത്. ഞാൻ പഠിക്കുന്നുണ്ട് അത്യാവശ്യം, പക്ഷേങ്കിൽ എല്ലാം മറന്നു പോവാണ്. അതുകൊണ്ട് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നുള്ളത്. പക്ഷേങ്കിൽ നിങ്ങൾ രാജസ്ഥാനികളെ കണ്ടുപിടിക്കണം അതിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അവരുടെ കയ്യിൽ ഒരു സ്പൈറൽ ചെയ്ത് A4 ഷീറ്റ് സ്പൈറൽ ചെയ്ത ഒരു ബുക്ക് ഉണ്ടാവും. പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലായിട്ടാണ് അവർ പിന്നെ ഉള്ള നോട്ട്സ് ആണ് അവർ പഠിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ തിയറി ടോപ്പിക്സ് ആണ് അവർ പഠിക്കുന്നത്. കാരണം ഒരു കണ്ടന്റിന്റെ ഒരു ടോപ്പിക്കിന്റെ എല്ലാ ആസ്പെക്റ്റും അതിന്റെ വരുന്ന എല്ലാ സബ് പോയിന്റ്സും അവർ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിൽ ഏകദേശം 80% കയറുന്ന അവർ തന്നെയാണ്. ഇപ്പോൾ 80-20 റേഷ്യോ വന്നപ്പോഴാണ് അവരുടെ ഒരു ഇടിച്ചു കയറ്റം കുറഞ്ഞത്. തിയറി ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, തിയറി ടോപ്പിക്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ടായിട്ടും പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാം. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കതൊരു ലോങ് ടേം മെമ്മറി അത് നമ്മുടെ മൈൻഡിൽ നിൽക്കും. പിന്നെ ഈവൻ ഒരു സിമ്പിൾ കാര്യം, നമ്മളിപ്പോൾ റെഡ് കറണ്ട് ജെല്ലി സ്റ്റൂൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് റെഡ് കറണ്ട് എന്നുള്ളത് വരെ ഒന്ന് അറിയാത്താണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, എന്താണെന്ന് അത് വരും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുന്നതിന് ഞാനൊരു വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ പറയാറുണ്ട് പ്രഗ്നൻസി ഈസ് എ ഡയബറ്റിക് പ്രോൺ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണെന്ന്. അപ്പോൾ നമ്മൾ അടുത്ത റീസൺ പഠിക്കുന്നു എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോൺസ് കൂടുതലാണെന്നും അതിനൊരു ആൻറ്റി ഇൻസുലിൻ ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതും നമ്മൾ പഠിക്കുന്നു. രണ്ടാമത്തത്, നമ്മുടെ മദറിൻ്റെ എല്ലാ ഹോർമോൺസും ആര് കടത്തി വിടുന്നുണ്ട്? പ്ലാസൻ്റ കടത്തി വിടുന്നുണ്ട്, എക്സെപ്റ്റ് പാരാതൈറോയ്ഡ് ഹോർമോൺ. പക്ഷേങ്കിൽ ഫീറ്റസിന് പിന്നെ ഹൈപ്പോഗ്ലൈസിമിയ വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അപ്പം പ്രഗ്നൻസിയിൽ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ. ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അതുകൊണ്ടാണ് നമ്മളത് വായിൽ കൂടെ കൊടുക്കാത്തത്. കാരണം പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇത് പ്ലാസൻ്റ വഴി കടത്തി വിടുമ്പോൾ ഈ ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? അതിനെ പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇത് ഫീറ്റസിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫീറ്റസ് പ്രഗ്നൻസിയിൽ GDM-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടി ഇങ്ങനെ തടിച്ച് വീർത്ത് അതിനെ പറയുന്ന പേരാണ് ഫീറ്റൽ മാക്രോസോമി. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ മെമ്മറിയിൽ നിൽക്കും, കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ മൈലോമ പഠിക്കുകയാണ്. അപ്പം മൾട്ടിപ്പിൾ മൈലോമ പഠിക്കുമ്പോൾ അതിൻ്റെ ആ ഡെഫിനേഷൻ ആദ്യം പഠിക്കുന്നു. ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് എക്സാമിനൊക്കെ പഠിക്കുന്ന പോലെ ഇറ്റ് ഈസ് എ സിസ്റ്റമിക് അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം മൾട്ടിപ്പിൾ മൈലോമയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡെഡ്ലി ക്യാൻസർ ഓഫ് ദി പ്ലാസ്മ സെൽസ്. വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മ സെൽസിന് ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് എന്ത് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത്. അപ്പം എന്താണ് പ്ലാസ്മ സെൽസ്? ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ബോൺ മാരോ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്, ബോണിൻ്റെ ഉള്ളിലാണ് സാധനം ഉള്ളത്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. അപ്പം ഇതിൽ പൊതുവെ ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെ ഈ ലെവലിൽ ഇതിൽ കൂടും. പിന്നെ ഇത് ബോണിൻ്റെ ഉള്ളിൽ തന്നെ ഈ ക്യാൻസർ ഇങ്ങനെ തുറന്ന് ഇതിലൊരു ചീസ് പാറ്റേൺഡ് എക്സ്റേ ആണ് നമുക്ക് കിട്ടുക, ബോൺ എക്സ്റേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ബോൺസിലൊക്കെ തുള വീണിട്ട് നമുക്കൊരു ചീസ് പോലെ കിട്ടും. കാരണം ചീസ് കണ്ടിട്ടില്ലേ നിങ്ങൾ, എയർ ബബിൾസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്റേ കിട്ടുന്നു. പിന്നെ എന്ന് പറയുന്നത് ഇതിലൊരു ബെൻജോൺസ് പ്രോട്ടീൻ കാണുന്നു. എന്താണ് ആ പ്രോട്ടീൻ നോക്കുക. പിന്നെ ഇതിൽ കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താലിഡോമൈഡ് കൊടുക്കുന്നു. ഇത് പ്രഗ്നൻസി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കണ്ടീഷനാണ് ഫൊക്കോമിലിയ. ഫൊക്കോമിലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറഗുലർ, ഒന്നുകിൽ ബോൺസ് ഒന്നും ഫോം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇറഗുലർ ലെങ്ത് ആയിരിക്കുക. നമ്മളിപ്പോൾ ഈ രണ്ട് കൈയും ഒരേ ലെങ്ത് അല്ലേ, അപ്പോൾ ഇങ്ങനെയൊന്നും പല ഈ അൺഈക്വൽ ലെങ്ത് ആയിട്ട് ഫോം ചെയ്യുക, ഇതിനെയൊക്കെ പറയുന്ന പേരാണ് ഫൊക്കോമിലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ആ മൈൻഡിൽ അങ്ങ് നിൽക്കും, അങ്ങ് ഉറപ്പിക്കും. പിന്നെ നമുക്ക് മാത്രമല്ല ഈ വോൾ ടോപ്പിക്ക് നമ്മൾ പഠിച്ചും കഴിഞ്ഞു എന്നുള്ളതാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം മെഡിക്കൽ സർജിക്കൽ മാത്രം പഠിച്ചു പോകുക, അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ OBG ഫണ്ടമെന്റൽ പിന്നെ പീഡിയാട്രിക്സ് ഈ സബ്ജക്റ്റുകൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എല്ലാ സിലബസിലുള്ള എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. അതിൽ റിസർച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, സോഷ്യോളജി വേണം, സൈക്കോളജി വേണം, എഡ്യൂക്കേഷൻ വേണം, അഡ്മിനിസ്ട്രേഷൻ വേണം,
ഈ അടങ്ങി ഫാർമക്കോളജിക്ക് വരെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നല്ലൊരു ബുക്കുകൾ വാങ്ങിച്ചിട്ട് ഓരോരോ സബ്ജക്റ്റിൻ്റെ ബുക്കുകൾ വാങ്ങിച്ചിട്ട് നോട്ട് ഉണ്ടാക്കുകയായിരുന്നു. പക്ഷെ അതിനൊന്നും ഇനി ടൈമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റാങ്ക് ഫയൽ ചൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നല്ലൊരു റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ അതിൽ തിയറി ടോപ്പിക്സ് നന്നായിട്ട് തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഒട്ടുമിക്ക റാങ്ക് ഫയലും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു PR യാദവ് ബുക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കണ്ടന്റൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് നിലവിൽ തിയറി ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഈക്വൽ ഇമ്പോർട്ടൻസോടെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു നഴ്സസ് മെൻറ്റർ തന്നെയാണ്, ഓസോൺ നഴ്സസ് മെൻറ്ററാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് പുറത്തിറക്കാനായിട്ട് ഏകദേശം 4 വർഷം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നല്ല നല്ല റെഫറൻസ് ബുക്കുകൾ വാങ്ങിച്ചു. ഇപ്പം മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ ഹാരിസൺ, ഡേവിഡ്സൺ, പിന്നെ അതേപോലെ തന്നെ നല്ല നല്ല ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ മെഡിസിൻ ബുക്ക്. പിന്നെ ഇപ്പം സിംഗിൾ ടോപ്പിക്കാണ്. ഇപ്പം മസ്കുലോസ്കെൽറ്റലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓർത്തോപെഡിക്സിൻ്റെ ബുക്ക് വാങ്ങിക്കുന്നു. ENT ആണെന്നുണ്ടെങ്കിൽ ENT ബുക്ക് വാങ്ങിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇത് മൊത്തം വായിച്ചിട്ട് അത് നമ്മൾ ആദ്യം ഒന്ന് നല്ലൊരു ബുക്കിലേക്കായിട്ട് മാറ്റുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുള്ളൊരു നോട്ടിലേക്ക് ആദ്യം മാറ്റി. ഇതാണ് ആ നോട്ട്. പിന്നെ എന്നിട്ട് ഇത് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബുക്ക് ആക്കിയിരിക്കുന്നത്. ഇത് എൻ്റെ നോട്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഇത് തന്നെ സെയിം സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാം, ബുക്കിൽ കാണാം. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബുക്കിൽ നമ്മുടെ കേരള PSCക്ക് വേണ്ടിയിട്ടുള്ള സിലബസിലുള്ള എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻക്ലൂഡിങ് ടോക്സിക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോയിസണസ് ഒക്കെ ചോദിക്കുന്നില്ലേ, അതൊന്നും മിക്കവാറും ബുക്കുകളിലൊന്നും ഇല്ല. നമ്മുടെ സ്നേക്ക് ബൈറ്റ്, ഹെവി മെറ്റൽ പോയിസണിങ്, പിന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിസർച്ച് ആയാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് റിസർച്ചൊക്കെ നിങ്ങൾ ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഇതിൽ COVID-19 ഉണ്ട്, മ്യൂക്കോർമൈക്കോസിസ് ഉണ്ട്, പിന്നെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ തന്നെ ഉണ്ട്. സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ആദ്യത്തെ കുറച്ച് പേജുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻഡെക്സുകളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ടോപ്പിക് എടുത്ത് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെയുള്ള സ്നാപ്പ് ഷോട്ട്സ് കാണാനായിട്ട് പറ്റും. സ്നാപ്പ് ഷോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു പിന്നെ ഫൈനൽ സമ്മറി അല്ല, പകരം ഇതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ നിന്ന് അതൊരു 1 വേർഡ് പോയിൻ്റ് ആയിട്ട് മേക്ക് ചെയ്തതാണിത്, ഉണ്ടാക്കിയെടുത്താണിത്. അപ്പോൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ DME പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ബുക്ക് നമ്മുടെ ഓസോൺ നഴ്സസ് മെൻറ്റർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള റാങ്ക് ഫയലൊക്കെ തൽക്കാലത്തേക്ക് സൈഡിലേക്ക് ആക്കി വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊന്നും മോശമായതുകൊണ്ടല്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബുക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പഠനത്തിൻ്റെ എഫക്റ്റീവ്നെസ് കുറയുന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ DMEൻ്റെ എക്സാമിലേക്ക് ഇനി എത്ര ദിവസം ഉണ്ട് നോക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ പേജസ് ആ ദിവസത്തിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു നമ്പർ ഓഫ് പേജസ് കിട്ടും. ഇപ്പം 15 മുതൽ 20 പേജസ് ആയിട്ട് മിക്കവാറും കിട്ടുന്നുണ്ടാവുക. കാരണം ഇനി അത്ര ദിവസമാണ് ഉള്ളത്. അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ് നോക്കിയപ്പോൾ ഒരു 17 ആയിരിക്കും ഡെയിലി പേജസ് പഠിക്കേണ്ടി വരിക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം വെച്ചിട്ട് ഈ ഒരു 17 പേജസ് ഡെയിലി പഠിക്കാനായിട്ട് നോക്കുക. ആ ഒരു 17 പേജ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം നിങ്ങൾ അതിനുള്ള ടൈം കണ്ടെത്തും. ഇപ്പോൾ വാർഡിലൊക്കെ ഡ്യൂട്ടി എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച പേജസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പേജസ് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ട് പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയോ രാവിലെ ആയിട്ട് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ഇതിപ്പോൾ ഈ ഒരു ബുക്ക് മാത്രമല്ല, ഇത് തന്നെ വാങ്ങിയിട്ട് ഇത് പഠിക്കണമെന്നില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും റാങ്ക് ഫയലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേജസിനെ ഇതേപോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് അത്ര പേജുകൾ പഠിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓരോ ബുക്കുകൾ എടുത്തിട്ടൊന്നും പഠിക്കാനുള്ള നമുക്ക് സമയമില്ല. എല്ലാ പിന്നെ ടോപ്പിക്സും ഉള്ള അല്ലെങ്കിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്റ്റും ഉള്ള ഒരു ബുക്ക് എടുക്കുക, എന്നിട്ട് ടോട്ടലി പഠിക്കുക. പിന്നെ അത് അവസാന നിമിഷമൊക്കെയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം തിയറി ടോപ്പിക്സ് പഠിച്ചിട്ട് പോവാം. ക്വസ്റ്റ്യൻസ് അധികം പ്രാക്ടീസ് ചെയ്ത് നോക്കാതെ തിയറി ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല.
നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഒരു നിർബന്ധമില്ല നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത്. നിങ്ങൾ ഇപ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ ആരെങ്കിലും വാങ്ങിച്ചിട്ട് അതൊന്ന് വാങ്ങിച്ച് നോക്കുക, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പിന്നെ കോൺടാക്റ്റും അതിൻ്റെ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു നമ്പറും കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് വാങ്ങിക്കുക. പിന്നെ ഇത് ആർക്കൊക്കെ ഉപകാരപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഈ ബുക്ക് തന്നെ മതി. പിന്നെ നിങ്ങൾ ഇന്റർനാഷണലി എന്തെങ്കിലും എൻക്ലക്സ് MOH അങ്ങനെയൊക്കെ എഴുതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് തിയറി അത്യാവശ്യം കിട്ടും. മാത്രമല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാൻ ഒരു സോണ്ടേഴ്സോ അല്ലെങ്കിൽ മോസ്ബി ബുക്കും കൂടെ നിങ്ങൾ വാങ്ങിക്കുക. പിന്നെ ബാക്കി എല്ലാത്തിനും തന്നെ ഈ ഒരു ബുക്ക് തന്നെ മാത്രം മതി. ഈ ബുക്കിൻ്റെ ഒരു പോരായ്മ ആയിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കട്ടിയായിപ്പോയി, വെയിറ്റും ഉണ്ട് ഈ സാധനത്തിന്. ഇപ്പം നിങ്ങൾക്കൊരു ജോലിയായി അല്ലെങ്കിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തിയറി ആസ്പെക്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ബുക്ക് തന്നെ വാങ്ങിക്കണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ OBG ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് വാങ്ങിച്ചു നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോളേജ് എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻ്റ് കെയറിൽ നന്നായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പേഷ്യൻറ്റിന് പറ്റും. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഡെക്സോണ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പം ഡെക്സോണ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം COPD ഒക്കെ വന്നിട്ട് സ്ഥിരമായിട്ട് ഡെക്സോണ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും തേനീച്ച കുത്തിയ ഒരു പേഷ്യൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെക്സോണ കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് സമയത്ത് ഡെക്സോണ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് സമയത്ത് ഇങ്ങനെ ഒരുതരം പിന്നെ ബുദ്ധിമുട്ട് കാണിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ഡെക്സോണയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു പിന്നെ മാസ്റ്റർ സെൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നു. പിന്നെ ഈ ഒരു ഹെയറി ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇച്ചിങ് ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടാവുന്നു. അത് പെട്ടെന്ന് പോകുന്നുള്ളത് നമ്മൾ പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യുക, ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ തരുന്നുണ്ട് കേട്ടോ, ഇതൊരു 2-3 സെക്കൻഡ് നേരത്തേക്ക് ഒരു ചൊറിച്ചിലുണ്ടാവും, പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു ആശ്വാസം അത് അവർ എക്സ്പെക്ട് ചെയ്യും. അതിന് വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സിപ്ലോക്സ് ഇഞ്ചക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിപ്ലോക്സ് എന്ന് പറയുന്നത് ഫ്ലൂറോക്വിനോൺ ഫാമിലിയിലെ പെട്ട ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ഫ്ലൂറോക്വിനോൺ എന്ന് പറയുന്നത്. ഈ ഫ്ലൂറോക്വിനോൺ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ നാരിഡിക്സിക് ആസിഡിൽ ഫ്ലൂറിൻ കൊണ്ടുവന്നതിന് ശേഷമാണ് അതിനെ ഫ്ലൂറോക്വിനോൺ എന്ന് പറയുന്നത്. ഈ ഫ്ലൂറിനാണ് ഈ ഒരു അലർജി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കാണാമായിരിക്കും ഈ UTI മെയിനായിട്ട് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസിനാണ് ഇത് കൊടുക്കുന്നത്. UTI, ക്ലബ്സിയല്ല, സ്യൂഡോമോനാസ് ഒറിജിനോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ സ്കിൻ ഇങ്ങനെ പഴയ ക്യാനിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് കളിക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഫ്ലൂറിൻ കണ്ടന്റാണ് ആ ഒരു ചൊറിച്ചിൽ ഉണ്ടാക്കുന്നത്. ഇപ്പം ഇങ്ങനെ റെഡ് തുടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ചില കേസിലേക്ക് അത് അലർജിക് ടു സിപ്ലോക്സ് എന്ന് എത്തിക്കും. അതൊരിക്കലും സിപ്ലോക്സിൻ്റെ അലർജി അല്ല. നിങ്ങൾ മറിച്ചൊരു നല്ലൊരു ഫ്രഷ് ക്യാനിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല. ഓഫ്ലോക്സ്, സിപ്ലോക്സ്. അതേപോലെ തന്നെ അതൊക്കെ നിലത്ത് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ പിന്നെ നമ്മുടെ ടൈലിലൊക്കെ ഒരു തരം വൈറ്റ് ഇതായിട്ട് കാണാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ റിയാക്ഷൻ നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള നോളജുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും, എഫക്റ്റീവ് പേഷ്യൻ്റ് കെയർ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മെയിനായിട്ട് ഞാനിത് ഇതിൻ്റെ ഒരു ഉദ്ദേശം നടന്നത് DME എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, അതല്ലെങ്കിൽ നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് തയ്യാറാക്കിയ ഒരു വീഡിയോ ആയിരുന്നു. എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക, കയ്യിലുള്ള ബുക്കുകളൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വാങ്ങിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.